നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി കൂടപ്പുഴയിൽ കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ ഭാഗമായി സംഗമേശന്റെ ആറാട്ട് ഭക്തിസാന്ദ്രം. സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയിലേക്ക് കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അനുമോദിച്ചു. ട്രേഡ് യൂണിയൻ സെന്റർ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മെയ് ദിനത്തിന്റെ ഭാഗമായി മണ്ണുത്തി സെന്ററിൽ പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി കൂടപ്പുഴയിൽ കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ ഭാഗമായി സംഗമേശന്റെ ആറാട്ട് ഭക്തിസാന്ദ്രം. ആയിരങ്ങൾ ആറാട്ടിനെത്തി. 10 ദിവസമായി നടക്കുന്ന ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ടിനായി ഭഗവാൻ ബുധനാഴ്ച രാവിലെ 8 മണിയോടെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. 3 ആനയുടെ അകമ്പടിയോടെയാണ് ഭഗവാന്റെ എഴുന്നള്ളിപ്പ് നടന്നത്. പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാന് കിഴക്കേ നടയിൽ പോലീസ് റോയൽ സല്യൂട്ട് നൽകി. ഇത്തവണ ചാലക്കുടി കൂടപ്പുഴയിലാണ് സംഗമേശന് ആറാട്ട്. ഒന്നിടവിട്ട വർഷങ്ങളിലായി രാപ്പാൾ ആറാട്ടുകടവിലും കൂടപ്പുഴയിലുമാണ് ആറാട്ട് നടക്കുക. ആറാട്ടുകടവിൽ എത്തുന്നതിന് മുൻപായി കൂടപ്പുഴ മനയിൽ പോയി പറ സ്വീകരിച്ചാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകിയാണ് ഭഗവാൻ ആറാട്ടിനായി കൂടപ്പുഴയിൽ എത്തുക. അന്തർജനങ്ങൾ ആറാട്ടിനായി കടവിൽ എത്തുകയില്ലെന്നും അവരെ അനുഗ്രഹിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നുവെന്നതുമാണ് വിശ്വാസം. മനയിലെ ഇപ്പോഴത്തെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആറാട്ട് എഴുന്നള്ളുന്ന ഭഗവാനെയും പരിവാരങ്ങളെയും സ്വീകരിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ ചാലക്കുടി കൂടപ്പുഴയിൽ ആറാട്ട് നടന്നു. നഗരമണ്ണിലത്ത് ഋഷികേശ് നമ്പൂതിരി ആറാട്ട് കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ മേളവും ആറാട്ടിനായി ഭഗവാനോടൊപ്പം എത്തുന്ന ഭക്തജനങ്ങൾക്ക് ചാലക്കുടി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആറാട്ടുകഞ്ഞിയും ഏർപ്പെടുത്തിയിരുന്നു. കുട്ടംകുളം ജംഗ്ഷനിൽ നിന്നും പാണ്ടിമേളത്തോടെയാണ് തിരിച്ചെഴുന്നള്ളിപ്പ്. പഞ്ചവാദ്യത്തിന് പല്ലാവൂർ ശ്രീധരന്മാരാരും പാണ്ടിമേളത്തിന് രാജീവ് വാര്യരും പ്രാമാണികത്വം വഹിക്കും. ശ്രീ കൂടൽമാണിക്യം തിരുവുത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് എഴുന്നള്ളിപ്പിനെത്തിയ ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി സേവാഭാരതി. ആറാട്ടിൽ പങ്കെടുത്ത മുഴുവൻ ഭക്തജനങ്ങൾക്കും സംഭാര വിതരണമാണ് എല്ലാവർക്കും ആശ്വാസമായത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് ഭക്തജനങ്ങളാണ് വലിയ ആറാട്ടെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തുകൊണ്ട് കാൽനടയായി കൂടപ്പുഴയിൽ എത്തിയത്. രാവിലെ മുതൽ ആരംഭിച്ച സംഭാര വിതരണത്തിന് പ്രസിഡന്റ് പീതാംബരൻ, സതീഷ് A, ആദർശ് പനമ്പള്ളി, സൗമ്യ പ്രതീഷ്, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, നിഷിൽ വിജയൻ, ഗിരിശങ്കർ, V ശിവകുമാർ, VR ഗൗതം കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയിലേക്ക് കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ. ഈ അവധിക്കാലം മക്കൾക്ക് ആസ്വാദ്യകരവും ആഹ്ലാദപൂർണവും ആക്കുന്നതിനൊപ്പം ഒരു ജീവൻ രക്ഷാമാർഗം പരിശീലിപ്പിക്കാനുള്ളതുകൂടിയാക്കി മാറ്റി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ. പ്രഗത്ഭ നീന്തൽ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിന് മക്കളെ ശിഷ്യപ്പെടുത്തിക്കൊണ്ടാണ് 10 ദിവസത്തേക്കുള്ള നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. 18 വർഷമായി ആയിരക്കണക്കിന് പേരെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധ പരിശീലകനാണ് ഹരിലാൽ. കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളത്തിലായിരുന്നു പരിശീലനം. നീന്തലറിയാത്ത കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും നീന്തൽ പഠിച്ചു എന്നത് ഈ പരിശീലനത്തെ വ്യത്യസ്തമാക്കി. മഷിക്കുളത്തിന് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ എഴുത്തുകാരനും ബ്ലോഗറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സജീവ് എടത്താടൻ നീന്തൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. PTA പ്രസിഡന്റ് സന്തോഷ് കുമാർ KS അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മനോജ് VR, CB സുരേഷ്, ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബിൻ M തോമസ്, സ്റ്റാഫ് സെക്രട്ടറി സന്ധ്യ PU തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു തന്നത് നീന്തലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മലയാളീസ് നമ്മളിവിടെ, ഞാൻ ഇവിടെയുള്ള പല സ്ഥലത്തും പോകുമ്പോഴും സേഫ്റ്റിക്ക് നമ്മളത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് എനിവേ നമ്മളങ്ങനെ പരിശീലിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ആ സേഫ്റ്റി ഫസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ സ്വയം രക്ഷ ആരും രക്ഷിതാക്കളില്ലാതെ
ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പോയിരുന്നിട്ടാ. പിന്നെ പത്രത്തിലുണ്ട് കാരണം ഒരു കുട്ടി കുന്നംകുളത്ത് മരിച്ചു. അതും ഫ്ലാറ്റിലെ സ്വിമ്മിംഗ് പൂളിലാണ്. ഇത് അത്ര ഇടുങ്ങിയ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടും ഓരോ ശ്രദ്ധയാണ് കാരണം. 2023-24 അധ്യയന വർഷത്തിലെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി അനുമോദിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രധാനാധ്യാപിക MK ഡൈനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PCCG, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, അധ്യാപകർ, PTA അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. LSS, USS എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു എഫർട്ടാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയതിൻ്റെ തെളിവാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇത്രയും മികവിലേക്ക് എത്തുക എന്നുള്ളത്. വലിയ ഏകദേശം എൻട്രൻസ് പരീക്ഷയെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള മത്സരാധിഷ്ഠിത പരീക്ഷയാണ് LSS USS. അവിടേക്ക് ഏറ്റവും നല്ല സ്കോറോടെ നല്ലൊരു ശതമാനം കുട്ടികളെ അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ GLPS കൊടകരയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആദ്യം നമുക്ക് അഭിനന്ദനം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. 23-24 അധ്യയന വർഷത്തെ LSS വിജയികൾക്കുള്ള ഒരു ആദരം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നു. ട്രേഡ് യൂണിയൻ സെന്റർ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മെയ് ദിനത്തിന്റെ ഭാഗമായി മണ്ണുത്തി സെന്ററിൽ പൊതുയോഗം നടത്തി. TUCI ജില്ലാ പ്രസിഡന്റ് ബെന്നി കൊടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. TUCI ജില്ലാ സെക്രട്ടറി MV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സജി മാഞ്ഞമറ്റം, ജയൻ കോനിക്കര, ജയപ്രകാശ് ഒളരി, ശശി ആര്യാടൻ, രവീന്ദ്രൻ ചുള്ളിപ്പറമ്പിൽ, രതി സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളി പുളിയിലപ്പാറയിൽ കരടി ഇറങ്ങി. കരടി റോഡിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി ഇതുവഴി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതുവഴി രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. വന്യജീവികളെ കാണുമ്പോൾ വാഹനം നിർത്തരുതെന്നും നിർദ്ദേശമുണ്ട്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 53ാം നാൾ മുംബൈയിൽ നിന്നും വന്ന നർത്തകി മഹാലക്ഷ്മി അവതരിപ്പിച്ച മോഹിനിയാട്ടം അതിമോഹനമായി. വിഷ്ണുമായ സ്തുതിയിൽ ആരംഭിച്ച മോഹിനിയാട്ടം സാവേരി രാഗത്തിലുള്ള സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ദേവി പാവനെ എന്ന നവരാത്രി കൃതിയിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളെ രംഗാവിഷ്കാരം ചെയ്ത് പ്രളയ പയോധിജലെ എന്നാരംഭിക്കുന്ന ജയ് ദേവകിയുടെ കൃഷ്ണ ദശാവതാര വർണ്ണനയും മനോഹരമായി. പ്രേക്ഷക മനസ്സിനെ ഉയർത്തിയ ആവിഷ്കാരമായിരുന്നു ഇത്. കലൈമാമണി സ്വാമി മലൈ SK രാജരത്തിനം പിള്ളയുടെ ശിഷ്യ കോയമ്പത്തൂർ സസ്മിത അറോറയുടെ ശിഷ്യഗണങ്ങൾ അവതരിപ്പിച്ച ഭരതനാട്യാഞ്ജലിയും നടന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമി പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. റോഡരികിൽ തള്ളിയ ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ തള്ളിയവരെ കൊണ്ടുതന്നെ പോലീസ് തിരിച്ചെടുപ്പിച്ചു. മാള പഞ്ചായത്തിലെ 3ാം വാർഡ് ആനപ്പാറ വടക്കും ഭാഗത്താണ് സംഭവം. റോഡരികിനോട് ചേർന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും തോട്ടിലുമായി ചീഞ്ഞു തുടങ്ങിയ സവോള വ്യാപകമായി കൊണ്ടുവന്നിട്ടതിനെ തുടർന്ന് പരിസരമാകെ രൂക്ഷമായ ദുർഗന്ധമായിരുന്നു. പരിസരവാസികൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് SI CK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സവാള തള്ളിയവരെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ വീടുകളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് പ്രതികളെ പോലീസ് കണ്ടെത്തി. പിക്കപ്പ് വാനിലാണ് സവാള ഇവിടെ എത്തിച്ചത്. ഈ വാഹനമാണ് പ്രതികളെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. തുടർന്ന് ഇവരെ പോലീസ് സ്ഥലത്തെത്തിച്ച് തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോഷ്, പഞ്ചായത്ത് ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര സുനിൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു. കുറ്റക്കാർക്കെതിരെ ഫൈൻ ഈടാക്കുമെന്നും അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്ക് കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. ആ സമയത്താണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് 2:30 സവാളയുടെ വേസ്റ്റ് കൊണ്ട് ഈ വഴിയിലും അടുത്ത പറമ്പിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ദുർഗന്ധമുണ്ടായിരുന്നു. ആ സമയം തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പെടേണ്ട പേരിൽ പോലീസ് സ്റ്റേഷനിലും ആരോഗ്യ മേഖലയിലും പരാതി കൊടുത്ത് ഇന്നലെ തന്നെ സാധനം. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 6555 രൂപ, പവന് 52,440 രൂപ.
കാതുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെല്ലും ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി കൂടപ്പുഴയിൽ കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ ഭാഗമായി സംഗമേശന്റെ ആറാട്ട് ഭക്തിസാന്ദ്രം. സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയിലേക്ക് കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ വീടുകളിലെത്തി അനുമോദിച്ചു. ട്രേഡ് യൂണിയൻ സെന്റർ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ മെയ് ദിനത്തിന്റെ ഭാഗമായി മണ്ണുത്തി സെന്ററിൽ പൊതുയോഗം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.